ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് റിവ്യൂ ടൈം. നമ്മുടെ ചെമ്മരിയാർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വർഷ ചോദിക്കുകയാണ് ശ്രീകാന്തിൻ്റെ അടുത്ത്, ശ്രീകാന്ത് നീ എന്തിനാ ചേച്ചിയോട് നമ്മൾ വീട്ടിലേക്ക് വരാൻ പറഞ്ഞതെന്ന്. അപ്പോൾ ശ്രീകാന്ത് തിരിച്ചു പറയാണ്, വർഷ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ വർഷ, എന്താ ശ്രീകാന്ത് നീ പറയുന്നത്? ചേച്ചിക്ക് തന്നെ നമ്മുടെ കല്യാണം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ നിൻ്റെ വീട്ടിൽ പോയി നിൻ്റെ വീട്ടുകാർക്ക് എങ്ങനെ ഇത് ഉൾക്കൊള്ളാൻ പറ്റും? അപ്പോൾ ശ്രീകാന്ത്, എന്തായാലും ഇത് ഫേസ് ചെയ്തല്ലേ പറ്റൂ വർഷ. നീ മണ്ടത്തരം പറയാതെ ശ്രീകാന്തെ, നമ്മൾ വീട്ടിലേക്ക് പോയാൽ ഇതറിഞ്ഞിട്ട് എൻ്റെ അച്ഛനും അമ്മയും അങ്ങോട്ട് വരും, എന്നെ അവിടുന്ന് ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകും, പിന്നെ ചിലപ്പോൾ നമുക്ക് കാണാൻ തന്നെ കഴിയില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാക്ക്. വീട്ടിലേക്ക് പോകാതെ പിന്നെ എന്ത് ചെയ്യാനാ വർഷ? നമുക്കിപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തീരുന്നത് വരെ തൽക്കാലം ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കാം. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് വിളിച്ച് പറഞ്ഞ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ കുറച്ച് ദിവസം അവളുടെ വീട്ടിൽ പോയി താമസിക്കാം. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ വീട്ടുകാരുടെ പ്രശ്നങ്ങളും ഇവിടുത്തെ പ്രശ്നങ്ങളും എല്ലാം തണുക്കും. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ശ്രീകാന്ത് ഏട്ടത്തി വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. നമ്മൾ ചെന്നില്ലെങ്കിൽ പ്രശ്നമാണ്. ആ പാവത്തിനെ എല്ലാവരും കൂടി ഒറ്റയ്ക്കാക്കുമെന്ന് പറയുകയാണ് ശ്രീകാന്ത്. അതിന് നമ്മളല്ലേ കല്യാണം കഴിച്ചത്. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ഏട്ടത്തി കൈകാര്യം ചെയ്തോളും. ശ്രീകാന്ത്, നീ മനസ്സിലാക്കി ഞാൻ പറഞ്ഞത്. നമ്മളിവിടെ നിന്ന പ്രശ്നമാണ് ശ്രീകാന്ത്. അവർ നമ്മളെ അകറ്റും, നമ്മളിവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകും, എന്നെ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകും, പിന്നെ നമുക്ക് ഒരിക്കലും മീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കി ശ്രീകാന്ത്. അതെ ശ്രീകാന്ത്, വർഷ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ കുറച്ചു കാലം ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയാവും നല്ലത്. പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാമല്ലോ എന്ന് വർഷയുടെ ഫ്രണ്ടും സമ്മതിക്കുകയാണ്. അപ്പോൾ വർഷ, എന്താ ശ്രീകാന്ത് നീ എന്താ ഈ ആലോചിക്കുന്നത്? നമുക്ക് ഇവിടുന്ന് പോയാലോ എന്ന് ചോദിക്കുകയാണ്. അത് ശരി വെച്ച് ശ്രീകാന്ത് വർഷ ഒരുമിച്ച് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ തിരിച്ച് റോട്ടിലൂടെ വീട്ടിലേക്ക് നടക്കുകയാണ്. പക്ഷേ നടക്കുകയാണെങ്കിൽ രേവതി ഒരുപാട് ആലോചനയിലാണ്. രജിസ്റ്ററിൽ ഒപ്പുവെച്ചതും കല്യാണത്തിൻ്റെയും എല്ലാം ആലോചിച്ച് ഒരുപാട് വിഷമത്തിലാണ് രേവതി റോഡിലൂടെ നടക്കുന്നത്. അങ്ങനെ തിരിച്ചിപ്പോൾ റോഷൻ തിരിച്ച് അമ്പലത്തിലോട്ട് എത്തുകയാണ്. ഗിഫ്റ്റുമായിട്ട് റോഷൻ തിരിച്ച് അമ്പലത്തിലോട്ട് എത്തുകയാണ്. അങ്ങനെ നമ്മുടെ റോഷൻ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വർഷ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗിഫ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ അത് അറിഞ്ഞ സന്തോഷത്തിൽ വർഷ എന്നെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ വർഷയെ മുഴുവനായിട്ട് അവിടെ തിരയാണ് റോഷൻ. കല്യാണ ചടങ്ങിൻ്റെ ആൾക്കൂട്ടോ, കല്യാണം കഴിഞ്ഞ ലക്ഷണമൊന്നും ഇവിടെ കാണാനില്ലല്ലോ. വർഷ എവിടെയെന്ന് ആലോചിച്ചുകൊണ്ട് റോഷൻ വർഷയെ ഫോണിൽ വിളിക്കുകയാണ്. പക്ഷേ വർഷയെ കോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. വർഷയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത്. റോഷൻ അങ്ങനെ വല്ലാതെ ദേഷ്യം പിടിച്ചിട്ട് തിരിച്ച് വർഷയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്കിളെ എന്ന് വിളിച്ച് റോഷൻ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അങ്ങനെ വർഷയുടെ അച്ഛനെ കണ്ടപാടെ, അങ്കിളെ വർഷ എവിടെ? നീയും വർഷമല്ലേ കല്യാണത്തിന് പോയത്? ആ മോനെ, നീയും വർഷമല്ലേ ഒരുമിച്ചപ്പോൾ കല്യാണത്തിന് ഇറങ്ങിയത്? അതെ, ഞങ്ങൾ കല്യാണത്തിന് പോയി. പക്ഷേ അവിടുന്ന് വർഷ തൻ്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് മേടിച്ചില്ലെന്ന് പറഞ്ഞ് എന്നെ ഗിഫ്റ്റ് മേടിക്കാൻ വിട്ടു. തിരിച്ച് ഗിഫ്റ്റ് മേടിച്ച് വന്ന് ഞാൻ അമ്പലത്തിൽ നോക്കിയപ്പോൾ വർഷ അവിടെ കാണാനില്ല. അവിടെ കല്യാണം കഴിഞ്ഞ ഒരു സീനൊന്നും ഞാൻ കണ്ടില്ല. ക്ഷേത്രത്തിൽ അവളില്ലേ? വർഷയുടെ അമ്മ ചോദിക്കുകയാണ്. ഇല്ല ആൻറ്റി, അവൾ ക്ഷേത്രത്തിലില്ല. ഞാൻ കരുതി ഇവിടെ വന്നിട്ടുണ്ടാവുന്നു. പിന്നെ വർഷ എവിടെ? അപ്പോൾ തിരിച്ചെല്ലാവരും വർഷ എവിടെ എന്നുള്ള ചോദ്യത്തിൽ നിൽക്കുകയാണ്. ഞാൻ കരുതി അവൾ ഇവിടെ വന്നിട്ടുണ്ടാവുന്നു. ഇവിടെ വരാതെ പിന്നെ വർഷ എവിടെ പോയി? ഒരു മര്യാദ വേണ്ട എല്ലാ കാര്യങ്ങൾക്കും. ഇങ്ങനെ ആയാൽ മതി കാര്യങ്ങൾ. നോക്കുമോനെ, വർഷം എങ്ങനെയാണ്? ചിലപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് ഡബ് ചെയ്യാൻ അവളെ വിളിച്ചിട്ടുണ്ടാവും. അവളുടെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ്? അപ്പോൾ അവൾ ചിലപ്പോൾ അങ്ങോട്ട് പോയതായിരിക്കും. അതേ മോനെ, അവൾ സ്റ്റുഡിയോയിലേക്ക് പോയതായിരിക്കും. ഡബ് ചെയ്യുമ്പോൾ അവൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്നത് പതിവാണ്. പക്ഷേ അമ്മ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഡബ്ബിങ് ജോലി ഇനി മുതൽ വേണ്ടാന്ന്. മോനെ, അവൾ ഓൾറെഡി കമ്മിറ്റ് ചെയ്ത വർക്കുകളുണ്ട്. അപ്പോൾ അത് തീർത്തു കൊടുക്കണ്ടേ? കല്യാണം കഴിയുന്നതിന് മുന്നേ അത് തീർത്തു കൊടുക്കണ്ടേ? കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവൾ പോവില്ല. മോനെ, അവൾ ഞങ്ങളോട് ഇങ്ങനെ തന്നെ ചിലപ്പോൾ ഒന്നും പറയാതെ അങ്ങോട്ട് പോയി കളയും. ഇത്തരം സ്വഭാവങ്ങളൊന്നും ആൻറ്റി എനിക്കിഷ്ടമല്ല. ഞാൻ ജോലിയായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് എന്നെ അത്ര വില കുറച്ച് കാണരുത്. മാത്രമല്ല ഡാഡിക്ക് ഇത്ര സ്വഭാവങ്ങളൊന്നും ഇഷ്ടമല്ല. ഡാഡിയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അങ്കിളിന് അറിയാലോ. ശരിയാ മോനെ, ഡാഡിയെക്കുറിച്ച് എനിക്കറിയാം. അവൾ ചെയ്ത തെറ്റാണ് മകളെ എന്ന് സമ്മതിക്കുകയാണ് വർഷേൻ്റെ അച്ഛൻ. മോനെ, അവൾ വന്നാൽ ഉടനെ ഞാൻ നിന്നെ വിളിച്ചോളാം. നീ എന്താ നീ ഇപ്പോൾ തൽക്കാലം പോ. ഞാനിപ്പോൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് റോഷൻ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ തിരിച്ച് വർഷയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, മധുവേട്ടാ, നമ്മുടെ മോൾ എവിടെ പോയി? അവൾ പിന്നെ കല്യാണത്തിനല്ലാതെ ഇവിടെ പോയി. അവളിനി എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചു കാണോ? അവൾ എവിടെ പോയെന്നും ആരുടെ കൂടെ പോയെന്നും എനിക്കറിയാം. ഇതാ ഡ്രൈവർ രവീന്ദ്രൻ്റെ പണിയാണ്. അങ്ങനെയാണ് വർഷയുടെ അച്ഛനപ്പോൾ പറയുന്നത്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിൻ്റെ വീടാണ്. ക്ഷേത്രത്തിലേക്കെന്നും പറഞ്ഞ് ഇരുന്ന് പോയ നിങ്ങളുടെ മരുമകൾ എവിടെ? അവൾ ആ പൂക്കടയിൽ ഇരുന്ന് പൂ കെട്ടുമായിരിക്കും. അതിനിപ്പോൾ എന്താ പ്രശ്നം? അവൾ ഇവിടെ നിന്ന് പൂ കെട്ടിക്കോട്ടെ. എനിക്ക് വിശന്നിട്ട് വയ്യ. നീ പോയി എന്തെങ്കിലും എടുത്ത് കഴിക്കുക. അവൾ അമ്പലത്തിലോട്ട് പോകുമ്പോൾ ഇവിടെ നല്ല ഉണ്ടാക്കി വെച്ചെല്ലാം കൊണ്ടുപോയിട്ടല്ലേ പോയത്. അങ്ങനെയെങ്കിൽ നിന്റെ മേലൊന്ന് അനങ്ങട്ടെ എന്ന് പറയുകയാണ് ശ്രീകാന്തിൻ്റെ അച്ഛൻ. അങ്ങനെ ശ്രുതിയെയും ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ മധുസൂദനും മഹിമ എത്തുന്നത് കാറിൽ. അങ്ങനെ മധുസൂദനൻ കാറിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് കയറുകയാണ്. രവീന്ദ്ര, നീ നിന്റെ തനി സ്വഭാവം കാണിച്ചു അല്ലേ? നീ ഒരു മനുഷ്യനാണോ? എന്തിനാ നിങ്ങൾ വീട്ടിൽ കയറി വന്ന് ബഹളം ഉണ്ടാക്കുന്നത്? എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുകയാണ് നമ്മുടെ സച്ചിയുടെ അച്ഛൻ. ഒന്നും അറിയില്ലല്ലേ, നിങ്ങളുടെ അഭിനയം നിർത്തുന്ന മഹിമ പറയാണ്. നിങ്ങൾ എന്തിനാണ് ഇദ്ദേഹത്തിന് മെക്കെട്ട് കയറുന്നത്? അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ്. അപ്പോൾ തിരിച്ച് സച്ചിയുടെ അച്ഛൻ പറയാണ്, ചന്ദ്ര നീ നിർത്ത്. മധുസൂദന, എന്താ നിങ്ങളുടെ പ്രശ്നം? അപ്പോൾ തിരിച്ച് അഭിനയിക്കല്ലേ രവീന്ദ്ര നീ? ഞങ്ങളുടെ മകളെവിടെ? അപ്പോൾ തിരിച്ച് രവീന്ദ്ര, നിങ്ങളുടെ മകൾ എവിടെയെന്ന് എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അവളെവിടെ നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ മഹിമ തിരിച്ച് പറയാണ്, നിങ്ങളാണ് അവരെ ഒളിപ്പിച്ചത്. നിങ്ങളുടെ മകൻ അവളെയും കൂട്ടി ഇങ്ങോട്ടല്ലേ വന്നത്? മര്യാദയ്ക്ക് അവളെ പുറത്തിറക്കിക്കോ, ഇല്ലെങ്കിൽ നടക്കുന്നത് വേറെ എന്തെങ്കിലും ആവും. അപ്പോൾ ഇത് കേട്ട ചന്ദ്ര, രവിയേട്ട എന്തൊക്കെയാണ് ഇവർ പറയുന്നത്? സച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഇനി അതും ഇനി ഇവരുടെ മകളെയും കൂട്ടി സച്ചി ഇനി ഇങ്ങോട്ട് വന്നോ? അപ്പോൾ ഇത് കേട്ട പാടെ ശ്രുതി, വന്നിട്ടുണ്ടാവും അമ്മേ.
അതുകൊണ്ടാണല്ലോ ഇവർ ഇങ്ങോട്ട് വന്നത്. ഇത് കേട്ടപാടെ രവീന്ദ്രൻ, നിർത്തടാ, അവൻ അത്രക്കാരനാണോ? ഇവർ ഈ പറയുന്നത് ശ്രീകാന്തിനെ കുറിച്ചാണ്. ശ്രീകാന്തിനെ കുറിച്ചോ? അതെ, ആ തെമ്മാടിയാണ് എൻ്റെ മകളെ കടത്തിക്കൊണ്ട് പോയതെന്ന് മഹിമ പറയാണ്. അപ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം, തെമ്മാടിയാണെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ. അങ്ങനെ ഒച്ചത്തിൽ ചന്ദ്ര ഒരുപാട് ദേഷ്യത്തിൽ പറയാണ്. ചന്ദ്രേ, നീ മാറി നിൽക്ക്, ഞാൻ സംസാരിച്ചോളാം. മധുസൂദന, എൻ്റെ മകൻ തെമ്മാടിയല്ല. നിങ്ങളാണിപ്പോൾ ഇവിടെ വന്ന് തെമ്മാടിത്തരം കാണിക്കുന്നത്. നിന്റെ മകനെ നിലയ്ക്ക് നിർത്തണം. നിന്റെ മകനും എൻ്റെ മകളും തമ്മിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുതെന്ന് ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞതല്ലേ? ഞാൻ നിന്നോട് അത് വിലക്കിയതല്ലേ? എന്നെ അപമാനിക്കാൻ വേണ്ടി നീ നിന്റെ മോനെ കൈവാക്കി കളിച്ചല്ലേ? അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ മോളെ ഇപ്പം കാണാതായത്. എൻ്റെ മോള് നിന്റെ മകൻ്റെ കൂടെ തന്നെയാണ്. രവിയേട്ടാ, ഇവരുടെ മോളും ശ്രീകാന്തും തമ്മിൽ എന്താ ബന്ധമെന്ന് ചന്ദ്ര ചോദിക്കുകയാണ്. ഇത് കേട്ടപാടെ ശ്രുതിയും ചോദിക്കുകയാണ്, അവർ തമ്മിൽ പ്രണയത്തിലാണോ അച്ഛാ? അപ്പോൾ രവീന്ദ്രൻ പറയാണ്, അല്ല മോളെ, അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ്. ഞാൻ ശ്രീകാന്തിൻ്റെ അടുത്ത് ചോദിച്ചതാണ്. ഇവരൊരു കള്ളക്കഥ ഉണ്ടാക്കി പറയാണ്. അത് കേട്ടപാടെ മഹിമ, ഞങ്ങൾ എന്തിന് കള്ളക്കഥ ഉണ്ടാക്കണം? ഞങ്ങളെ മകളെ ഇങ്ങോട്ട് ഇറക്കി വിടും നിങ്ങൾ. ഇതെന്തൊരു കഷ്ടം! ഇത് ഇറക്കി വിടാനായിട്ട് നിങ്ങളെ മകൾ ഇവിടെ വേണ്ടേ? നിങ്ങളെ മകൾ ഇവിടെ ഇല്ല, അത് സത്യമാണ്. നിങ്ങൾ വേറെ എവിടെയെങ്കിലും ചെന്ന് അന്വേഷിക്കും എന്ന് ചന്ദ്ര പറയാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ പോയ എൻ്റെ മകൾ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. നിങ്ങളുടെ മകൻ അവളെ മയക്കി പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. ഇല്ല രവീന്ദ്ര, ഇല്ല, അങ്ങനെ ചെയ്യില്ല. ശ്രീകാന്ത് അങ്ങനെ ചെയ്യില്ല. അവൻ റെസ്റ്റോറൻറ്റിൽ ജോലിക്ക് പോയതാണ്, അല്ലാതെ നിങ്ങളുടെ മകളെ തട്ടിക്കൊണ്ട് പോയിട്ടൊന്നുമില്ല. വേറെ ആരുടെങ്കിലും കൂടെ പോയി കാണും. എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് എന്ത് കാര്യം? നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കും എന്ന് ചന്ദ്ര പറയുകയാണ്. അപ്പം മധുസൂദനൻ, ഇല്ല, അവൾ ഇവിടെ തന്നെയുണ്ട്, ഇവിടെ തന്നെയാണ് അവളുള്ളത്. ഇല്ല ഇല്ല മധുസൂദന, അവൾ ഇവിടെ ഇല്ല. വേണമെങ്കിൽ ഞാൻ ശ്രീകാന്തിനെ വിളിച്ച് കാണിച്ചു തരാം. ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിലാണ്, ഞാൻ അവനെ വിളിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ വിളിക്കാൻ പോവാണ്. അങ്ങനെ രവീന്ദ്രൻ വിളിക്കുമ്പോൾ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ചിലപ്പോൾ അവൻ എന്തെങ്കിലും തിരക്കിലാവും. അപ്പോൾ അവൻ ഓഫാക്കിയിട്ടതാവും. ഒന്നുകൂടെ വിളിക്കാൻ കഴിയുന്ന സ്റ്റുഡിയോ പറയണം. അങ്ങനെ വീണ്ടും വിളിക്കുകയാണ്. അപ്പോൾ വീണ്ടും വിളിച്ചപ്പോഴും സ്വിച്ച് ഓഫ് തന്നെയാണ് പറയുന്നത്. രവീന്ദ്ര, ഇപ്പോൾ എങ്ങനെയുണ്ട്? ജോലി തിരക്കുകൊണ്ട് അവൻ സ്വിച്ച് ഓഫ് ചെയ്തതൊന്നുമല്ല. അവൻ എവിടെ ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിക്കട്ടെ. മധുവേട്ടാ, ഇവർ കള്ളം പറയാണ്. ഇയാൾക്കറിയാം ഇവരാണ് അവരെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ മഹിമ പറയാണ്, അങ്കിളിനൊന്നും അറിയില്ല, അവരിവിടെ ഇല്ലാന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? പ്രായം ചെന്ന ഒരാളോട് നിങ്ങൾ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? പ്രായത്തിൻ്റെ ബഹുമാനമെങ്കിൽ നിങ്ങൾ കൊടുക്കണമെന്ന് അപ്പോൾ ശ്രുതി പറയാണ്. ഇത് കേട്ടപാടെ മഹിമ തിരിച്ച്, അതെ, ഞങ്ങളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. അത് മാത്രമല്ല, ഞങ്ങളുടെ കാശ് മോഹിച്ചിട്ടാണ്. ഇതൊക്കെ ഒരു മിഡിൽ ക്ലാസ് ബുദ്ധിയാണെന്ന് പറയാണ് മഹിമ. ആർക്ക് വേണം നിങ്ങളുടെ ഈ പണം? ഇത് എൻ്റെ ഈ മരുമകളുണ്ടല്ലോ, നിങ്ങളെക്കാളും വലിയ കോടീശ്വരിയാണ്. പക്ഷെ ഇത് കേട്ട ശ്രുതി, അച്ഛാ, ഈ ശ്രീകാന്ത് എങ്ങാനും ആ കുട്ടിയെ കൊണ്ട് ഒളിച്ചോടിയോ? അപ്പോൾ ഇത് കേട്ടപാടെ രവീന്ദ്രൻ, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല, വേറെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. പക്ഷെ മധുസൂദനത്തൊന്നും സമ്മതിക്കുന്നില്ല. ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് നീ നല്ലവനായിട്ട് അഭിനയിക്കുകയാണോ? നീ അല്ല പറഞ്ഞത് നീ നിന്റെ മക്കളെ നന്നായിട്ടാണ് വളർത്തിയതെന്ന്. ഇത് ഇങ്ങനെയാണോ നീ നിന്റെ മക്കളെ വളർത്തിയത്? അച്ഛനും കണക്കാണ്, മക്കളും കണക്കാണ്. നിർത്ത്, അനാവശ്യം പറയരുത്, കൂടുതൽ സംസാരിക്കാതെ പോവാൻ നോക്ക്. ഒറ്റത്തിൽ ദേഷ്യത്തിൽ ചന്ദ്ര പറയുകയാണ്. ഇല്ല, ഞങ്ങളുടെ മകളെ കൊണ്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകും. അവളില്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോകില്ല. നിങ്ങൾ എവിടുന്നാന്ന് വെച്ചാൽ അവിടെ കൂട്ടിയിട്ട് വാ, അവളുമായിട്ട് ഞങ്ങൾ പോകും. പിന്നീട് വർഷയും ശ്രീകാന്തിനെയാണ് കാണിക്കുന്നത്. ശ്രീകാന്ത്, നിന്റെ ഫോൺ ഓഫല്ലേ? നീ ഓർമ്മയില്ലാതെ ഓണാക്കിയിട്ടൊന്നുമില്ലല്ലോ? ഇല്ല വർഷ, ഫോൺ ഓഫാണ്. പിന്നീട് വീണ്ടും വീട്ടിലേക്ക് തന്നെയാണ് സീൻ പോകുന്നത്. അപ്പം എവിടെ രവീന്ദ്രൻ, എൻ്റെ മകളെ എനിക്കിപ്പോൾ കാണണമെന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, രവീന്ദ്രൻ്റെ കഴുത്തിന് പിടിക്കുകയാണ് മധുസൂദനൻ. നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ട് വീണ്ടും കഴുത്തിന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീട് ആകെ ഒരു സംഘർഷഭരിതമായ നിമിഷങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത്. എന്ത് അക്രമമാണ് നിങ്ങൾ രണ്ടുപേരും ഇവിടെ കാണിക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുന്നു പറയാണ് ചന്ദ്ര. അപ്പോഴാണ് നമ്മുടെ പോലീസ് വീട്ടിലേക്ക് കടന്നു വരുന്നത്. നിങ്ങളിനി പോലീസിനെ വിളിക്കേണ്ട, ഞങ്ങളെ പോലീസിനെ വിളിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ പരാതി കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ നമ്മുടെ മധുസൂദനൻ പോലീസിനെ കണ്ടപാടെ, കാരണം സാർ, ഇയാളാണ് ഇയാളുടെ മകനെ മുൻനിർത്തി എൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയത്. ഇയാൾ അറസ്റ്റ് ചെയ്യണം സാർ. 1 മിനിറ്റ്, ഞാനൊന്ന് സംസാരിക്കട്ടെ. ഇവരുടെ മകളെ കടത്തിക്കൊണ്ടുപോയെന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട്. ആരാണ് ഈ ശ്രീകാന്ത്? ഞങ്ങളുടെ മകനാണ് സാർ. നിങ്ങളുടെ അറിവോടെ നിങ്ങളുടെ മകൻ ഇവരുടെ മകളെ കടത്തിക്കൊണ്ടുപോയെന്നാണ് ഇവരുടെ പരാതി. അയ്യോ സാർ, എൻ്റെ മകൻ അങ്ങനെ ഒരുത്തനല്ല, അവൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല സാർ. ഇയാളും ഞാനും തമ്മിൽ ആദ്യ ഒരു പ്രശ്നത്തിൽ കുറച്ച് ഉടക്കി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മകനെ കൊടുക്കാൻ വേണ്ടി ഇയാൾ കള്ളപ്പരാതി തന്നിരിക്കുകയാണ്. ഇത് കേട്ടപാടെ മഹിമ, അല്ല സർ, അദ്ദേഹം കള്ളം പറയാണ്. അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചെയ്യേണ്ട രീതിയിൽ ചോദ്യം ചെയ്താൽ ഇയാൾ എല്ലാ സത്യവും പറയും. ഞങ്ങളുടെ മകളും ഇയാളുടെ മകനും എവിടെയാണല്ലോ സത്യം, അപ്പോൾ ഇയാളെ വായിന്നെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ പോലീസ് പറയുകയാണ്, നിങ്ങൾ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. അപ്പോൾ തിരിച്ച് നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുകയാണ്, ഞാൻ എന്തിനാണ് സ്റ്റേഷൻ വരെ വരണം? എന്താ പറയുക, ഇവരുടെ മകളും എൻ്റെ മകളും തമ്മിൽ ഒരു ബന്ധവുമില്ല. മാത്രമല്ല, ഞാൻ ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം. മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പം എന്നെ അറസ്റ്റ് ചെയ്യാൻ ഒരു വകുപ്പില്ല. ഒരു പെൺകുട്ടി മിസ്സിംഗ് ആയ കേസാണ്. ഇറ്റ്സ് വെരി സീരിയസ് സർ. ഇവിടുന്ന് ചോദിക്കാമല്ലോ ചോദ്യങ്ങൾ. ഇദ്ദേഹം ഒരു സീനിയർ സിറ്റിസൺ ആണ്. മാത്രമല്ല, ഇപ്പോൾ പുതിയ റൂൾസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ സർ. അപ്പോൾ ഇവിടുന്ന് ചോദിക്കാമല്ലോ, വീട്ടിൽ തന്നെ ആവാലോ എന്ന് പറഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഓൾസോ സബ്സ്ക്രൈബ്. താങ്ക് യു.